കാലഘട്ടത്തിൽ വിവിധ കലകളിൽ മികവ് പുലർത്തുന്നവർക്ക് ഒരു സർക്കാർ ജോലി ലഭിച്ചാൽ എന്ത് സംഭവിക്കും? സർക്കാർ സർവീസിൽ ഇരിക്കെ തങ്ങളുടെ കലയുമായി ഇക്കൂട്ടർക്ക് മുന്നോട്ട് പോകാനാകുമോ? സർക്കാർ അതിന് അനുവദിക്കുമോ? സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ കലാ സാംസ്കാരിക പരിപാടികളിൽ മിമിക്രി അവതരിപ്പിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരനെ നമുക്ക് പരിചയപ്പെടാം. പത്തനംതിട്ട റാന്നി അങ്ങാടി പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കാണ് KA താജുദ്ദീൻ. കഴിഞ്ഞ 4 വർഷമായി ഇവിടെ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യുന്നു. ഒന്നാം തരം മിമിക്രി കലാകാരനാണ് താജുദ്ദീൻ. 15-ാം വയസ്സിലാണ് മിമിക്രി ആരംഭിച്ചത്. സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രമുഖമായ ട്രൂപ്പുകളിലെല്ലാം താജുദ്ദീൻ മിമിക്രി അവതരിപ്പിച്ചിരുന്നു. സർക്കാർ ജോലി ലഭിച്ചപ്പോൾ താജുദ്ദീൻ മിമിക്രി നിർത്തും എന്നാണ് സുഹൃത്തുക്കൾ കരുതിയത്. എന്നാൽ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ താജുദ്ദീൻ വിവിധ കലാ സാംസ്കാരിക പരിപാടികളിൽ മിമിക്രി അവതരിപ്പിക്കുന്നു. ഇപ്പോൾ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ LSTD സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള അനുമതി മേടിക്കണം. ഔദ്യോഗിക കൃത്യനിർവഹങ്ങൾക്ക് തടസ്സം വരാതെയും പ്രതിഫലം കൈപ്പറ്റുന്നതിനെയും കലാ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഞാൻ 2007-ലാണ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ LD ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചത്. അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ അന്ന് മുതൽ എനിക്ക് അനുമതിയുണ്ട്. അപ്പോൾ എൻ്റെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഞാനിങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് ഞാൻ പോകുന്നത്. താജ് പത്തനംതിട്ട എന്നാണ് കലാമേഖലയിൽ ഈ കലാകാരൻ അറിയപ്പെടുന്നത്. ലാലു അലക്സ്, ബൈജു, മാമുക്കോയ, തിലകൻ, MS തൃപ്പൂണിത്തുറ എന്നിവരാണ് താജുദ്ദീന്റെ ഇഷ്ടതാരങ്ങൾ. നമസ്കാരം. റാന്നിയിലും പരിസര പ്രദേശങ്ങളിലും അതിഭയങ്കരമായ മഴയാണെന്നേ. എല്ലാവരും മഴയെ പേടിക്കുക, സൂക്ഷിച്ചിരിക്കുക. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവാണെന്നേ. പ്രിയപ്പെട്ട എല്ലാവർക്കും എന്നും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മഴ കുറയാനും മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. എൻ്റെ പൊന്ന് സണ്ണിച്ച തോട്ടത്തിൽ പന്നി കയറുമെന്ന് വിചാരിച്ച് പന്നി ആരും വെടിവെച്ചൊന്നും കൊല്ലാൻ പോകുന്നില്ല. പിന്നെ 3-4 ദിവസം നമ്മൾ കോളേജിൽ പോയില്ലെന്ന് വിചാരിച്ച് കോളേജ് ആരും എടുത്തോണ്ടൊന്നും പോകുന്നില്ല. അച്ചായ വിട്ടുകളാ, പിന്നെ കാണാം. ഭിന്നശേഷിക്കാരനായ മകനുള്ളതിനാൽ ഭിന്നശേഷി കുട്ടികൾക്കായും വിവിധ ഇടങ്ങളിൽ താജുദ്ദീൻ മിമിക്രി പരിപാടി അവതരിപ്പിക്കാറുണ്ട്. കൊച്ചുകള്ള പറ്റൂല. നമ്മളൊരു പാട്ട് പാടി നിങ്ങളെല്ലാവരും കൈയടിക്കുകയും ഇന്ന് അവിടിച്ചോളി. തെക്കേലെ കാതറുക്കാടപ്പിലായി ഓന്റെ വിവാത്തു ഓലക്കൊണ്ട് തലക്കടിച്ച് ആയിഷ യു ബ്യൂട്ടിഫുൾ. പേഴ്സണലായിട്ട് പറയുക, നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം അതിഭയങ്കരമായ മഴയൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി നല്ലൊരു പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കൊക്കെ സന്തോഷമായേനെ. എന്നാ പിന്നെ വരട്ടെ. താജ് പത്തനംതിട്ട എന്ന താജുദ്ദീന്റെ കലാജീവിതം തുടരുകയാണ്, അതും സർക്കാർ അനുമതിയോടുകൂടി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുമുന്നൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. പലസ്തീന് പിന്തുണ അറിയിച്ച് നേരത്തെ രംഗത്തെത്തിയവരാണ്. പക്ഷെ അന്ന് ഈ സിനിമാ മേഖലയിലുള്ളവർ